കൊച്ചി കിഴക്കമ്പലത്ത് പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സാത്താൻ സേവാ സംഘം പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കിയതായി പോലീസിന്റെ സംശയം. തിരുവോസ്തി മോഷ്ടിച്ചതിന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ സ്ത്രീയാണ് ഇതിന് പിന്നിലെന്ന് പെൺകുട്ടി മൊഴി നൽകി. പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ മുറിവേൽപ്പിച്ച ചാത്തൻ സേവാ സംഘം രക്തമെടുത്തിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കുട്ടിയെ നാളെ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. കൊച്ചി കിഴക്കമ്പലത്തെ പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഫോർട്ട് കൊച്ചിയിലെത്തിച്ചത് സാത്താൻ സേവാ സംഘത്തിൽ അംഗമാക്കാനായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പീഡനക്കേസിലെ മുഖ്യപ്രതി അനീഷ എന്ന യുവതിയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയെ ഫോർട്ട് കൊച്ചിയിലെത്തിച്ചത്. മുൻപ് കിഴക്കമ്പലം വിലങ്ങിലെ ക്രിസ്ത്യൻ പള്ളിയിൽ വേദപാഠം അധ്യാപികയായിരുന്ന അനീഷയെ തിരുവോസ്തി മോഷ്ടിച്ചതിനെ തുടർന്നാണ് പള്ളിയിൽ നിന്നും പുറത്താക്കിയത്. ഫോർട്ട് കൊച്ചിയിൽ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പെൺകുട്ടിക്ക് കുടിക്കാനായി പാനീയം നൽകി. ഈ പാനീയം കുടിച്ചതോടെ ബോധം നഷ്ടമായെന്നും കണ്ണു തുറക്കുമ്പോൾ സാത്താൻ സേവാ സംഘത്തിന്റെ പ്രാർത്ഥനയാണ് നടക്കുന്നതെന്നും കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച സാത്താൻ സേവക്കാർ രക്തമെടുത്തതായും പോലീസ് സംശയിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി എന്തോ ദ്രാവകം കുടിക്കാൻ കൊടുത്തു. ആ സമയത്ത് ബോധം പോയി. കുടിച്ച് കൂട്ടി 10 മിനിറ്റ് ശേഷം ബോധം കെട്ടുവന്നു. അതിനുശേഷം ഈ കുട്ടി എഴുന്നേറ്റപ്പോൾ കുറച്ച് പേര് കൂടിയിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഫോർട്ട് കൊച്ചിയിലും പരിസരത്തും അന്വേഷണം നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സാത്താൻ സേവയുടെ ഭാഗമാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് കുടിക്കാൻ നൽകിയ പാനീയത്തിൽ അശുദ്ധരക്തം കലർന്നിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അശുദ്ധരക്തം കലർന്ന പാനീയം കുടിക്കാൻ നൽകുന്നത് സാത്താൻ സേവാ സംഘത്തിന്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. കുട്ടിയെ നാളെ ഫോർട്ട് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.